സ്റ്റൗ ടോപ്പ് സ്റ്റോറീസിൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്കൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും തയ്യാറാക്കാം. അതിനുവേണ്ടി 300 ഗ്രാം ചിക്കൻ ചെറിയ കഷ്ണങ്ങളാക്കി എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1 ടീസ്പൂൺ മുളക് പൊടി, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് അരമണിക്കൂർ നേരം ഒന്ന് മാറ്റി വെക്കാം. ഇനി ഒരു പാനിലേക്ക് ഏതെങ്കിലും റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ്റെ ഒരു ഭാഗമൊക്കെ വെന്ത് വരുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കാം. അതിന് 1.5 ഗ്ലാസ് ബസുമതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് നന്നായി കഴുകി അരമണിക്കൂർ കുതിർത്ത് വെച്ച ശേഷം ഒരു പാത്രത്തിൽ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ അതിനകത്തേക്ക് ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീരും 1 ടേബിൾ സ്പൂൺ റിഫൈൻഡ് ഓയിലും ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. റൈസ് തമ്മിൽ ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഇപ്പം നമ്മുടെ റൈസൊക്കെ ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. നന്നായി വെന്ത് വരേണ്ട ആവശ്യമില്ല. ഇനി അത് മാറ്റി വെച്ച് ഒന്ന് തണുപ്പിച്ചെടുക്കണം. ഇനി നമുക്ക് എഗ്ഗ് തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി 4 മുട്ട എടുത്തിട്ടുണ്ട്. ഒരു പാനിൽ ഓയിൽ ഒഴിച്ച് അതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഉപ്പ് ചേർത്തിട്ടുണ്ടായിരുന്നേ ഫസ്റ്റ്. ഇനി അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. ഇനി ഇതിന് വേണ്ടി ഒരു ചെറിയ സവോള, 1/4 കപ്പ് കാബേജ്, 1/4 കപ്പ് ക്യാരറ്റ്, ബീൻസ് 1/4 കപ്പ്, ക്യാപ്സിക്കം 2 ടേബിൾ സ്പൂൺ, വെളുത്തുള്ളി 2 ടേബിൾ സ്പൂൺ, പച്ചമുളക് ഒരു 5 എണ്ണം. ഇനി ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ അതിനകത്തേക്ക് ആദ്യം തന്നെ വെളുത്തുള്ളിയും പച്ചമുളകും ചേർത്ത് ചെറുതായി ഒന്ന് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമുക്ക് ബാക്കിയുള്ള വെജിറ്റബിൾസ് എല്ലാം കൂടെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ഇതൊക്കെ ചെയ്തെടുക്കുന്നത്. ഈ വെജിറ്റബിൾസ് ഒന്നും നന്നായി വെന്ത് പോകേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒന്ന് നമ്മൾ ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുത്താൽ മതി. ഒന്ന് വാടി കിട്ടിയാൽ മാത്രം മതി. ഇനി ഇതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെജിറ്റബിൾസിന് ആവശ്യമായ 1 ടീസ്പൂണാണ് ഞാൻ ചേർത്ത് കൊടുത്തത്. എല്ലാം കൂടെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് ഒന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള എഗ്ഗ് ചേർത്ത് കൊടുക്കുക. അതിൻ്റെ കൂടെ തന്നെ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കനും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചേർത്ത് നന്നായിട്ടൊന്ന് എല്ലാം കൂടെ ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമ്മൾ തണുപ്പിച്ച് വെച്ച റൈസ് ചേർത്ത് കൊടുക്കുക. റൈസ് കുറേശ്ശെയായിട്ട് ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ആദ്യം ഞാൻ കുറച്ച് റൈസ് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. റൈസ് ഉടഞ്ഞു പോകാതെ മെല്ലെ ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ബാക്കിയുള്ള റൈസും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ടെല്ലാം കൂടെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കളറൊക്കെ എല്ലാ റൈസിലും ഒരേപോലത്തെ കളറാകുന്ന വരെ ഒന്ന് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിൻ്റെ കൂടെ കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ കുരുമുളക് പൊടി നമ്മളെ എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ചിക്കൻ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള ചില്ലി ചിക്കൻ തയ്യാറാക്കിയെടുക്കാം. അതിനുവേണ്ടി ഒരു 1/2 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അതിനകത്തേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര്, ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് കുഴച്ചെടുക്കുക. അതിനുശേഷം ഇത് കുറച്ച് നേരം ഒന്ന് മാറ്റി വെക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ ചിക്കൻ ഫ്രൈ ചെയ്ത ആ ഓയിലിലേക്ക് തന്നെ ഇട്ട് ഈ ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പം എല്ലാ ചിക്കനും ചേർത്ത് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് മാറ്റി വെക്കാം. ഇനി നമുക്ക് ചില്ലി ചിക്കന് ക്യാപ്സിക്കം, സവാള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, ക്യാപ്സിക്കവും സവാളയൊന്ന് ക്യൂബ്സ് ആയിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി ചൂടായി വന്ന ഓയിലിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ആദ്യം ഒന്ന് ചേർത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഒരു 2 മിനിറ്റ് നേരം ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് നമുക്ക് ക്യാപ്സിക്കവും സവാളയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ചെടുക്കുക. ഇത് നന്നായിട്ടൊന്ന് വാടി പോകേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ. ജസ്റ്റ് നമുക്കൊന്ന് വെന്ത് കിട്ടിയാൽ മാത്രം മതി.
ഇനി അതിനകത്തേക്ക് കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിനകത്തേക്ക് സോസുകൾ ചേർത്ത് കൊടുക്കുക. 1 ടേബിൾ സ്പൂൺ സോയാ സോസ്, 1 ടേബിൾ സ്പൂൺ ഗ്രീൻ ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ റെഡ് ചില്ലി സോസ്, 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ സോസ് എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതൊക്കെ ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് കേട്ടോ ചെയ്യുന്നത്. ഇതിനകത്തേക്ക് ഫ്രൈ ചെയ്ത് വെച്ച് ചിക്കനും കൂടെ ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഈ സോസൊക്കെ ചിക്കനിൽ നന്നായിട്ട് മിക്സായി വരണം. അപ്പോൾ എല്ലാം കൂടെ നല്ല രീതിയിൽ തന്നെ ഇളക്കി യോജിപ്പിച്ചെടുക്കാം. ഇത് വളരെ ഈസിയാണ് കേട്ടോ, നമുക്ക് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നത്. ഇനി ഇതിനകത്തേക്ക് കുറച്ച് കുരുമുളക് പൊടി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എരിവിനനുസരിച്ച് കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യാം. എല്ലാം കൂടെ മിക്സ് ചെയ്ത് നമുക്ക് കുറച്ച് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഒരു 2 മിനിറ്റ് നേരം ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 2 മിനിറ്റ് ആയിട്ടുണ്ട്. നമ്മുടെ ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. ഇത് ഡ്രൈ ആയിട്ടാണ് ചെയ്തെടുത്തത്. നിങ്ങൾക്ക് കുറച്ച് ഗ്രേവി വേണമെങ്കിൽ ഇതിനകത്ത് കുറച്ച് കോൺഫ്ലവറും കൂടെ ആഡ് ചെയ്ത് കൊടുക്കട്ടോ. ഇപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. വളരെ പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതേ ഉള്ളൂ. റൈസ് തലേ ദിവസം തന്നെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂടുതൽ എളുപ്പമാവും. ഇനി ഇത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. ഇത് നിങ്ങൾക്ക് മിക്സഡ് ആയിട്ടും ചെയ്തെടുക്കാം കേട്ടോ. ഇതിൻ്റെ കൂടെ നമുക്ക് ഇഷ്ടപ്പെട്ടുള്ള എന്താ പറയുക പ്രോൺസോ ബീഫോ ഒക്കെ ചേർക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ട് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ വീഡിയോസായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.